മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദം ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും മുൻ ക്രിക്കറ്റ് താരം കൂടിയായിട്ടുള്ള നവ്ജോത് സിംഗ് സിദ്ധു രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹമല്ല സംസാരിച്ചത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്? അദ്ദേഹത്തിന് വീണ്ടും കോൺഗ്രസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്, ഞങ്ങൾ അത് തേടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 500 കോടിയൊന്നും നൽകിക്കൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. നിലവിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് 5ഓളം പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദത്തിനായിട്ട് പഞ്ചാബിൽ മത്സര രംഗത്തുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഏതാണ്ട് അവസ്ഥ ഇത് തന്നെയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിൽ കടിപിടി ഏറെയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പഞ്ചാബിലുമായിട്ട് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുൻ BJP MP കൂടിയായിരുന്നു സിദ്ധു. BJP രാഷ്ട്രീയം വിട്ട കഥയൊക്കെ നമുക്കറിയാം, അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ചണ്ഡീഗഡിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സിദ്ധുവിൻ്റെ ഭാര്യ നവ്ജോത് സിംഗ് സിദ്ധുവിന് വീണ്ടും തിരിച്ചു രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു വെച്ചത്. അത് സത്യത്തിൽ ഒരു ആഗ്രഹം പറഞ്ഞു വെക്കലായിരുന്നില്ല, ചില കാര്യങ്ങളുടെ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിൽ BJPയും കോൺഗ്രസും ഒക്കെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ ഒരു പടലപ്പിണക്കം ഉണ്ടാക്കുക എന്നുള്ളത് സിദ്ധു വന്ന കാലം മുതൽ തന്നെ കോൺഗ്രസ് രണ്ടായി പിളർന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ വീണ്ടും ഇങ്ങനെ ചെയ്താൽ മാത്രമാണ്, അതായത് 500 കോടി കൊടുത്താൽ മാത്രമാണ് മുഖ്യമന്ത്രി കസേര കിട്ടുക എന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേര വിൽപ്പനയ്ക്ക് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പണം നൽകി സീറ്റും സ്ഥാനവും വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്നുകൂടി നവ്ജോത് സിംഗ് സിദ്ധുവിൻ്റെ ഭാര്യ തുറന്നടിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കസേര കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ലൊരു പഞ്ചാബിനെ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. ഏതെങ്കിലും പാർട്ടികൾ പഞ്ചാബിനെ മെച്ചപ്പെടുത്താൻ അവസരം നൽകിയാൽ തീർച്ചയായും മികച്ച പ്രകടനത്തിലൂടെ സുവർണ പഞ്ചാബിനെ സൃഷ്ടിക്കുമെന്ന് നവ്ജോത് കൗർ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, BJP മുഖ്യമന്ത്രി പദം വച്ച് നീട്ടിക്കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ BJPയിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് കൗശലപൂർവ്വം നവ്ജോത് സിംഗ് കൗർ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 2004, 2009 തിരഞ്ഞെടുപ്പുകളിൽ BJP പാർലമെന്റിലെത്തിയ ആളാണ് മുൻ ക്രിക്കറ്റർ കൂടിയായിട്ടുള്ള നവ്ജോത് സിംഗ് സിദ്ധു. കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിൽ എത്തിയിട്ടുള്ള സിദ്ധു ആ സർക്കാരിൽ മന്ത്രിയുമാവുകയും ചെയ്തതാണ്. പക്ഷേ അന്നത്തെ ക്യാപ്റ്റൻ സ്ഥാനം എന്ന് പറയുന്നത് അമരീന്ദർ സിംഗിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാരിലാണ് മന്ത്രിയായത്. 2 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും ഈ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന അവസ്ഥയുണ്ടായി. അമരീന്ദറുമായിട്ട് വലിയ വിവാദമുണ്ടാക്കി, വലിയ തർക്കമുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. കൊമ്പ് കോർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2021 പിന്നീട് പാർട്ടി അധ്യക്ഷനായിട്ട് തിരികെ എത്തുന്നുണ്ട്. അപ്പോൾ 1 വർഷം കൊണ്ട് വീണ്ടും അവിടെ നിന്നും രാജിവെച്ച് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞത് ഭാര്യയുടെ ചികിത്സാർത്ഥമാണ് ഞാൻ ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ നീണ്ട വർഷക്കാലം അദ്ദേഹം രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹം പാർട്ടി വേദികളിലും ഒന്നും തന്നെ അദ്ദേഹത്തെ കാണാനും ഉണ്ടായിരുന്നില്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനും അദ്ദേഹം പ്രചാരണത്തിന് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടില്ല. പക്ഷേ അതേസമയം സ്വന്തം യൂട്യൂബ് ചാനലുമായിട്ട് IPL കമൻട്രിയിൽ അദ്ദേഹം സജീവവുമായിരുന്നു. സ്വാഭാവികമാണ്, അദ്ദേഹം ഒരു ക്രിക്കറ്ററാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് പോകാം. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് സിദ്ധുവിന് തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം, അതായത് രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ പഞ്ചാബ് രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യങ്ങളും പാർട്ടികളുടെ അകത്തളങ്ങളിലെ പോരും അധികാര കേന്ദ്രങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒക്കെയും എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സിദ്ധുവിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺഗ്രസിൻ്റെ പഞ്ചാബിലെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. അതായത് സിദ്ധുവിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉയർച്ച എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സെലിബ്രിറ്റിയിൽ നിന്ന് പൊളിറ്റീഷ്യനിലേക്കുള്ള ഒരു ഫോർമുലയായിരുന്നു. അപ്പോൾ അത് സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പടിപടിയായി ഉയർന്നു വന്ന ഒരാളല്ല നവ്ജോത് സിംഗ് സിദ്ധു.
ദേശീയതല ക്രിക്കറ്റ് താരമായിരുന്നു. മാത്രമല്ല അതൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന സിഖ് സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. യുവജനങ്ങളിൽ ആ സമയം വലിയ ആരാധന ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. കൂടാതെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ടെലിവിഷനും മീഡിയയും ഒക്കെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും വലിയൊരു താരപ്രചാരം കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ 2004 BJP-യിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് MP ആകുന്നത്. അമൃത്സറിൽ നിന്നായിരുന്നു അത്. അപ്പൊ BJP-യുടേതാണെങ്കിൽ ഈ പഞ്ചാബിൽ നിന്ന് ജനപ്രിയമാകാനുള്ള, അതായത് സെലിബ്രിറ്റി പൊളിറ്റിക്സ് അപ്ലൈ ചെയ്ത ഒരു ഇലക്ഷനിലൂടെയാണ് അദ്ദേഹം വരുന്നത്. അത് വലിയ രീതിയിൽ വിജയമാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ BJP കണ്ടത് മാസ് അപ്പീൽ ഒക്കെ ഉള്ള ഒരു മുഖമായിട്ട് ജനങ്ങൾ കണ്ടതാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹീറോ തലത്തിലൊക്കെ അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ സംഭവിച്ചത് രാഷ്ട്രീയ പരിചയത്തിന്റെ ഒരു അഭാവം സിദ്ധുവിനുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഈഗോ അവിടെ വർക്കൗട്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് BJP വിട്ട് കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം BJP-യിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് 2017 ഇത് സംഭവിക്കുന്നത്. BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ അദ്ദേഹത്തോട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഐഡിയോളജിപരമായിട്ടുള്ള ഒരു മാറ്റമാണോ, അല്ലെങ്കിൽ അധികാര ലാഭത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് ഉത്തരം കൃത്യമായിട്ട് നൽകിയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം BJP-യിൽ തന്നെ ഒതുക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള അവസരം ലഭിക്കുന്നില്ല, നീതി ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. സത്യത്തിൽ ഇത് ഐഡിയോളജി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ആ ഒരു കമന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രൊഫഷണൽ അംബീഷനാണ്. മുഖ്യമന്ത്രി കസേര എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ അംബീഷനാണ്. ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് നേടാനുള്ളത് അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷമാണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുന്നത്. അപ്പോൾ BJP അദ്ദേഹത്തെ വലിയ രീതിയിൽ പ്രചാരണം നടത്തി വിജയിപ്പിക്കുന്നു. ആ ഒരു സെലിബ്രിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഘടകം അവിടെ വലിയ ഫാക്ടർ ആവുകയും വിജയം ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ അംബീഷൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പദം എന്നുള്ളതായി മാറുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടിയാണ് സിദ്ധുവിന്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ എന്തായാലും അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അമരീന്ദർ സിംഗുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. അതായത് അധികാര ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസരം, ഏറ്റവും അറ്റത്ത് പീക്കിൽ പോയിട്ടാണ് ആ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന ശേഷം അദ്ദേഹം പ്രതിസന്ധിയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്നുണ്ട്. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആയത് തന്നെയാണ് കാര്യം. അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് വന്നപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേര തന്നെയാണ്. കാരണം BJP വിട്ടു വന്നതാണല്ലോ. അപ്പൊ തനിക്ക് അദ്ദേഹത്തിന്റെ വിജയം, BJP-യിൽ ഉണ്ടായിരുന്നപ്പോഴുണ്ടായ വിജയവും എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിൽ കണ്ട ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പദവി തന്നെയായിരിക്കാം. അതിപ്പോ അമരീന്ദർ സിംഗിനെതിരെ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, സർക്കാർ പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ്. മയക്കുമരുന്ന് മാഫിയക്കെതിരെ യാതൊരു നടപടിയുമില്ല, വികസനം എന്ന് പറയുന്നതേയില്ല, അഴിമതി ഒരുപാടുണ്ട് താനും എന്നുള്ളതാണ്. അപ്പോൾ അത് അത്രയും നാൾ പഞ്ചാബ് രാഷ്ട്രീയം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അപൂർവമായ ഒരു സംഭവമായിട്ട് നമുക്ക് കാണും. നമുക്ക് പൊതുവെയുള്ള രാഷ്ട്രീയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് ആക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ വിഷയം കടന്നു ചെല്ലുകയാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിൽ ആഭ്യന്തര കലഹം ഉണ്ടാകുന്നുണ്ട്. രണ്ട് ഗ്രൂപ്പുകളായിട്ട് അവിടെ പഞ്ചാബിൽ കോൺഗ്രസ് മാറുകയാണ്. അതായത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഒരു ക്യാമ്പും സിദ്ധു ക്യാമ്പുമായിട്ട് മാറുന്നുണ്ട്. സർക്കാർ തീരുമാനങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം തകർന്നു പോകുന്നു. ജനങ്ങൾക്ക് ആ സർക്കാരിലുള്ള വിശ്വാസം ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഘട്ടം പഞ്ചാബിലെ കോൺഗ്രസ് ഭരണത്തിന്റെ തകരാർ തുടങ്ങി എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമയത്താണെങ്കിൽ
അവസര നഷ്ടവും ഒക്കെ ഉണ്ടാവുകയാണ്. 2021 ഹൈക്കമാൻഡ് സിദ്ധുവിനെ പഞ്ചാബ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് നിയമിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ അധികാരവും മീഡിയ ഫോക്കസും ഭാവി മുഖ്യമന്ത്രിയുടെ സാധ്യതയും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരാൻ കാരണമായി. അപ്പോൾ അദ്ദേഹം തുടരെ എന്ത് ചെയ്തു? കോൺഗ്രസിനോട് വലിയ രീതിയിൽ ഭീഷണി മുഴക്കി. എന്ത് കാര്യത്തിനാണ്? രാജ്യഭീഷണി മുഴക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സ്വന്തം പാർട്ടി മന്ത്രിമാരെ പരസ്യമായിട്ട് വിമർശിക്കുക, സോഷ്യൽ മീഡിയയിലൂടെ രാഷ്ട്രീയം പറയുക, തീരെ അനുസരണയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് കോൺഗ്രസിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമരീന്ദർ സിംഗ് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ചരൺജിത്ത് സിംഗ് ചന്നി മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് ഡാമേജ് കൺട്രോൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പരാജയപ്പെടുകയാണ്. അപ്പോൾ കോൺഗ്രസിന് തന്നെ ഒരു യൂണിറ്റി ഇല്ല. പിന്നെ എങ്ങനെ അവർ ഞങ്ങളെ ഭരിക്കും എന്നുള്ള ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2022 പിന്നീട് പഞ്ചാബ് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരികയാണ്. അത് സത്യത്തിൽ ഗുണം ചെയ്തത് AAPക്കാണ്. നമുക്കറിയാം അതിന്റെ ഫലമായിട്ട് AAPക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നു. കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സിദ്ധുവിന്റെ സീറ്റ് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ്, അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയമൊന്നും ജനങ്ങളെ സംബന്ധിച്ച് ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് ആവശ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെയാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അധികാരത്തിന് വേണ്ടി തർക്കിക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റൊന്ന്, ഈ ഈഗോയുള്ള നേതാക്കളോട് ജനങ്ങൾ നോ എന്ന് കൃത്യമായി പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് കൂടി അതിലൂടെ കടന്നു പോകുന്നു. ഗവേണൻസ് പ്ലസ് സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ഒരു ആവശ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ആ ഒരു 2022 തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ റോഡ് റേജ് കേസ് വരുന്നുണ്ട്. അപ്പോൾ അതില് ഒരു വയോധികൻ 98 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു റോഡിലെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു വയോധികൻ മരിച്ച സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ 2022 സുപ്രീം കോടതിയുടെ വിധി വരുന്നു. 1 വർഷം കഠിന തടവ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിയമത്തിന് മുകളിൽ ആരുമില്ല എന്നുള്ളതാണ്. അത് വലിയ വിഷയമായ ഒരു കേസായിരുന്നു. അത് എന്തായാലും ജയിലിൽ പോയതോടുകൂടി സിദ്ധുവിനെ സംബന്ധിച്ച് ഒരു സിമ്പതി അവിടെ വർക്കൗട്ട് ചെയ്തു. പക്ഷേ പൊളിറ്റിക്കൽ റെലവൻസ് എന്ന് പറയുന്നത് സിദ്ധുവിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സിദ്ധുവിന് രാഷ്ട്രീയത്തിൽ ഒരു സാധ്യത തേടുകയാണ് സിദ്ധു സത്യത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഒരു പവർ സെന്റർ അല്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് പരിചയമുള്ള മുഖമാണ് സിദ്ധു. പക്ഷെ ഒരു പവർ സെന്ററായി മാറാനായിട്ട് സിദ്ധുവിന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിയിൽ സ്ഥാനമില്ല. ഭരണാധികാര വഴികളിൽ നിന്ന് അകലം പാലിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സിദ്ധുവിനെ സംബന്ധിച്ച് സിദ്ധു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെഡ്ലൈനാണ്, ഒരു മീഡിയ ഹെഡ്ലൈനായി മാറാനുള്ള സാധ്യതയുണ്ട്. സിദ്ധു പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാറും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ ആകാനുള്ള സാധ്യത. പക്ഷെ ഒരിക്കലും ഒരു ഡിസിഷൻ മേക്കറായി മാറാനായിട്ട് സിദ്ധുവിന് കഴിയില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ട് ലാർജർ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബിലെ ലീഡർഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്, പാർട്ടികളിലെ അസ്ഥിരതയുണ്ട്, ആഭ്യന്തര അസ്ഥിരത എന്നുള്ളത്, യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലുള്ള ആ ഒരു നിരാശയുണ്ട്, വോട്ട് ബാങ്ക് വിഷയം കൊണ്ടുവരുന്നുണ്ട്, ഐഡിയോളജി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള കാര്യം വരുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള അധികാര മോഹം എന്നുള്ളതൊക്കെയും വരുന്നുണ്ട്. അപ്പോൾ സിദ്ധുവിൻ്റെ ഭാര്യയിലൂടെ സിദ്ധു പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു പൊളിറ്റിക്കൽ റെലവൻസ് തനിക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള നോട്ടമാണ് ചെയ്യുന്നത്. പക്ഷെ സിദ്ധു എന്താണ് എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ വാക്കുകളിലൂടെയെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. സിദ്ധു ഒരിക്കലും ഒരു ഡിസിഷൻ മേക്കറായി മാറാനുള്ള സാധ്യതയില്ല. സിദ്ധുവിന് അങ്ങനെ ഒരു പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം പാർട്ടി കൂടുവിട്ട് കൂടുമാറി വന്നത് സത്യത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി പദവി മോഹം ഉള്ളത് കൊണ്ടാണ്. വീണ്ടും ആ ഒരു പദവി മോഹവുമായിട്ടാണ് വീണ്ടും അദ്ദേഹം രംഗത്തേക്ക് വരുന്നത് പോലും. ഒരുപക്ഷെ ജനങ്ങൾ അത് തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട് അത്രത്തോളം. പക്ഷേ അത് കോൺഗ്രസിലെ
പഞ്ചാബിൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ്. കാരണം 500 കോടി കൊടുത്താലേ മുഖ്യമന്ത്രി കസേര കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് വലിയൊരു കൂരമ്പ് തന്നെയാണ് കോൺഗ്രസിന് ഏൽക്കുന്നത്. എന്തായാലും അദ്ദേഹം BJP-യിലേക്ക് തിരികെ വരുമോ, BJP അദ്ദേഹത്തെ തിരിച്ചെടുക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ BJP-യിൽ നിന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ്സ് വരാനുണ്ട്. ഒരിക്കൽ പിണങ്ങി പോയതാണ്, പക്ഷെ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് എന്താ പറയുക, നിതാന്തമായ ശത്രുവോ മിത്രമോ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്സ് ആണ്, എന്തും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ സിദ്ധു കളിക്കുന്ന ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ആ രാഷ്ട്രീയത്തിലൂടെ പലതും പുറത്തു വരികയാണ് കോൺഗ്രസിനെതിരെ തന്നെ. ആ കോൺഗ്രസ് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്ക് കണ്ടു തന്നെ അറിയണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാൽ അറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.